ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ദഹന വ്യവസ്ഥയെ കുറിച്ചിട്ടാണ്. ബയോളജിയിലെ ദഹന വ്യവസ്ഥ ഒരു സബ് ഹെഡിങ് പോലെ കൊടുത്തു, ദഹന വ്യവസ്ഥ. എന്താണ് ഈ ദഹനം എന്ന് പറയുന്നത്? എന്താണ് ഈ ദഹനം? നമ്മൾ കഴിക്കുന്ന ഫുഡില്ലേ, ആ ഫുഡ് അതേപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. എന്താണ്? നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്ത്? ദഹനം. നമ്മൾ എന്ത് കഴിച്ചാലും എന്താ, ചോറ് കഴിച്ചാൽ ചോറായിട്ടല്ലല്ലോ പോണത്, അതെന്തായിട്ട് മാറണു? കാർബോഹൈഡ്രേറ്റ് ആയിട്ട് വേറെ മാറണില്ലേ? അതേപോലെ തന്നെ നമ്മള് നോൺ വെജ് എന്തെങ്കിലും കഴിക്കുമ്പോൾ അത് പ്രോട്ടീൻ ആയിട്ട് മാറുന്നു. അതേപോലെ തന്നെ ഫാറ്റ് കഴിക്കണമെങ്കിൽ നമ്മൾ അത് ലിക്വിഡ് ആയിട്ട് മാറുന്നു. അങ്ങനെ ചെറിയ ചെറിയ കണികകളായിട്ട് മാറും. അതാണ് നമ്മുടെ എനർജിക്ക് ആവശ്യം, നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളായിട്ട് മാറും. അതിനാണ് ദഹനം എന്ന് പറയുന്നത്. സെന്റൻസ് ആക്കി എഴുതിക്കോ. ദഹനം സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. ക്ലിയർ ആയില്ലേ? ഒന്നുകൂടി പറയാം. നിങ്ങൾ കമന്റ് ചെയ്തോളൂട്ടോ, എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ. ഒന്നുകൂടി പറയണോ? സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്ത്? ദഹനം. ക്ലിയർ ആയാ? ഓക്കെ. ദെൻ ആഗിരണം. എന്താ ആഗിരണം? അബ്സോർപ്ഷൻ. നമ്മൾക്ക് അറിയണ ആ കൺസെപ്റ്റ് തന്നെയാണ് ഈ ആഗിരണം. അതായത് ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം. എഴുതിക്കോ. ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം. ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം. സ്വാംശീകരണം എന്താവും? അപ്പോ ഇതിനായിട്ട് തന്നെ കണക്ട് ചെയ്യും. അതായത് ഇപ്പൊ ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാകുന്ന പ്രക്രിയ. അതായത് നമ്മുടെ ഓരോ ബോഡി ഫംഗ്ഷനും ഓരോ ആഹാര ഘടകങ്ങൾ ആവശ്യമുണ്ട്. പ്രോട്ടീൻ എന്തിനാ നമുക്ക് ആവശ്യം? ഗ്രോത്തിന്. അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് എന്തിനാ? എനർജിക്ക്. എഴുതിക്കോ. സ്വാംശീകരണം. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് എന്ത്? സ്വാംശീകരണം. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം. അതായത് നമ്മൾ ആഗിരണം ചെയ്യപ്പെട്ട ഭക്ഷണം
നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് മാറുന്നു. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം. ഓക്കെ. എന്തോ ഒരു ഐ ഡോണ്ട് നോ കണ്ടല്ലോ, ഒന്നുകൂടി പറഞ്ഞു തരാം. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാക്കുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം. അതായത് നമ്മൾ നേരത്തെ ആഗിരണം ചെയ്യാന്ന് പറഞ്ഞില്ലേ, അതായത് എന്താ, ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം. ഈ ആഗിരണം ചെയ്യുമ്പോൾ എന്തൊക്കെയാ ഉണ്ടാവുക? ആഗിരണം ചെയ്യുക പ്രോട്ടീന്, ഫാറ്റ്, പിന്നെ കാർബോഹൈഡ്രേറ്റ്, അതൊക്കെയാണ് ആഗിരണം ചെയ്യുക. ഈ ആഗിരണം ചെയ്യുന്ന ഭക്ഷണങ്ങള് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാക്കുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, എന്താ, പ്രോട്ടീൻ എന്തിനാ നമ്മുടെ ശരീരത്തിന്റെ ഗ്രോത്തിന് സഹായിക്കും, കാർബോഹൈഡ്രേറ്റ് എനർജിക്ക് സഹായിക്കും. അങ്ങനെ ഓരോ ഘടകങ്ങളും ഓരോ ആവശ്യത്തിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത്. ഓക്കെ. അടുത്താണ് ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ. ഹെഡിങ് കൊടുത്തു, ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ. എങ്ങനെയാണ് നമ്മുടെ ഫുഡ് നമ്മുടെ വായിൽ നിന്ന് അത് വൻകുടലിൽ വരെ ഉള്ളതാണ് എന്ത് പറയണത്, ഈ ദഹന വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ. ആദ്യത്തെ ഭാഗമാണ് എന്ത്, നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താ, വായ്. നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ഭാഗം വായ്. പിന്നെ ഏതാ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. ഏതൊക്കെയാ? വായ്, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. വായ്, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. ഓക്കെ. നമ്മുടെ ദഹനം യാന്ത്രിക മാറ്റാണോ അതോ രാസപ്രവർത്തനമാണോ? യാന്ത്രിക പ്രവർത്തനമാണോ രാസിക പ്രവർത്തനമാണോ? എല്ലാവരും ഒന്ന് ഗസ് ചെയ്തൊന്ന്. എല്ലാവരും ഒന്ന് ഗസ് ചെയ്തേ. നമ്മുടെ ദഹനം യാന്ത്രികമാണോ അതോ യാന്ത്രിക പ്രവർത്തനമാണോ രാസിക പ്രവർത്തനമാണോ എന്ന്? ഒന്ന് ടൈപ്പ് ചെയ്യൂട്ടോ. നമ്മുടെ ദഹനം എന്ന് പറയുന്നത് യാന്ത്രികം. യാന്ത്രികം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്നതാണോ അതോ രാസിക പ്രവർത്തനമാണോ? കെമിക്കൽ ചേഞ്ച് വരുന്നത് നമ്മൾ ഏത് പ്രവർത്തനമായിട്ട് വരിക? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം, എന്നാലും നമുക്ക് സ്മൂത്ത് ആയിട്ട് ക്ലാസ് നിന്നോളൂ. രാസിക പ്രവർത്തനം. ഓക്കെ. കാരണം നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഉമിനീരുമായിട്ട് ചേർന്നതുകൊണ്ടൊക്കെ അത് രാസിക പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ യാന്ത്രിക പ്രവർത്തനം ആണോ? ഒരു മെഷീൻ പോലെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ ഓക്കെ. അതായത് ദഹനം എന്ന് പറയുന്നത് യാന്ത്രികവും രാസീയ പ്രവർത്തനവുമാണ്. യാന്ത്രികവും രാസികവുമായ പ്രവർത്തനമാണ് എന്ത്, ദഹനം. ദഹനം എന്താ യാന്ത്രികമാണെന്ന് പറയാൻ കാരണം, നമ്മൾ ആഹാരം ചവച്ചരക്കണില്ലേ, ഒരു മെഷീൻ പോലെ നമ്മളിങ്ങനെ ചവച്ചരക്കണില്ലേ, അപ്പൊ യാന്ത്രികല്ലേ. പിന്നെന്താ, ആമാശയത്തിൽ വെച്ചിട്ട് അതിനെ വീണ്ടും ദഹിപ്പിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്, യാന്ത്രിക ദഹനമാണ്. ഓക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെമിക്കൽ ചേഞ്ച് വരുന്നുണ്ട്. കാരണം ഇങ്ങനെ നമ്മുടെ ഭക്ഷണത്തിന് ശരീരത്തിന് യോഗ്യമായ ചെറു ഘടകങ്ങളാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ എന്താണ് അതിനർത്ഥം, അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്നുണ്ട്. ഞാൻ സെന്റൻസ് ആക്കി പറയാം. ദഹനത്തിൽ യാന്ത്രികവും രാസികവുമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ദഹനത്തിൽ യാന്ത്രികവും രാസികവുമായ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ആഹാരം ചവച്ചരക്കപ്പെടുന്നതും ആഹാരം ചവച്ചരക്കപ്പെടുന്നതും
ആമാശയത്തിൽ വെച്ച് മതിക്കപ്പെടുന്നതും യാന്ത്രിക ദഹനമാണ്. ആമാശയത്തിൽ വെച്ച് മതിക്കപ്പെടുന്നതും യാന്ത്രിക ദഹനമാണ്. ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? വായിൽ വെച്ചാണ് ദഹനം ആരംഭിക്കുന്നത്. ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചാണ്. എല്ലാരും പോയിന്റ് പോലെ എഴുതിക്കോളട്ടാ. ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം നടക്കുന്നത് ആരംഭിക്കുന്നത് വായിൽ വെച്ചാണ്. യാന്ത്രികോർജം എന്താന്ന് മനസ്സിലായില്ലേ? നമ്മളിപ്പോ ഫാൻ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അത് എന്ത് ഊർജ്ജമായിട്ട് മാറുന്നത്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്താൽ ചോദിക്കണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. നമ്മള് ഫാനിൽ എന്ത് ഊർജ്ജ പരിവർത്തനം നടക്കുന്നത്? ഇത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. മിക്സിയിൽ എന്ത് ഊർജ്ജമായിട്ടാ മാറുന്നത്? മിക്സിയില് എല്ലാവരും കമന്റ്. മിക്സിയിലെ എന്ത് ഊർജ്ജമായിട്ടാണ് മാറുന്നത്? മിക്സിയിലെ എന്ത് ഊർജ്ജമായിട്ടാ മാറുന്നത്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. ഓക്കെ. ദെൻ മൊബൈൽ ഫോണിൽ എന്ത് എനർജി ആയിട്ട് മാറുന്നത്? മൊബൈൽ ഫോണില് എന്ത് ഊർജ്ജമായിട്ടാണ് മാറുന്നത്? എല്ലാവരും ഒന്ന് യൂസ് ചെയ്യണല്ലേ? ഒന്ന് ടൈപ്പ് ചെയ്യേ. നമുക്കറിയാം ഇതൊക്കെ. മൊബൈൽ ഫോണിൽ എന്ത് ഊർജ്ജമായിട്ടാണ് മാറുന്നത്? എല്ലാവരും പറയൂ. രാസോർജം വൈദ്യുതോർജ്ജമായിട്ടാണ് മാറുന്നത് മൊബൈൽ ഫോണിൽ. കാരണം എങ്ങനെയാ? മൊബൈൽ ഫോണിൽ ബാറ്ററി ഇല്ലേ? ബാറ്ററിന്നല്ലേ നമുക്ക് പിന്നെ ഔട്ട്പുട്ട് വരണത് ആദ്യമായിട്ട്. അപ്പൊ അതാ പറയണത് രാസോർജത്തിൽ നിന്ന് വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ഓക്കെ, നമുക്ക് ബയോളജിയിൽ തന്നെ വരാം. യാന്ത്രിക ദഹനം മൂലം ആഹാരം ചെറു കണങ്ങളാകുകയും ദഹനരസങ്ങളുമായി ചേർന്ന് കുഴമ്പ് രൂപത്തിലാവുകയും ചെയ്യുന്നു. പോയിന്റ് എഴുതിക്കോ. യാന്ത്രിക ദഹനം മൂലം ആഹാരം ചെറു കണങ്ങളാകുകയും ദഹനരസങ്ങളുമായി ചേർന്ന് കുഴമ്പ് രൂപത്തിലാവുകയും ചെയ്യുന്നു. എഴുതിയാ? നമുക്കറിയാലോ, ചവച്ചരയ്ക്കുമ്പോ കണ്ടിട്ടില്ലേ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് കുഴമ്പ് രൂപത്തിലൊക്കെ ആവണത് ചെറു കണികകളായിട്ട് മാറും. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് 4 ടൈപ്പിലുള്ള പല്ലുകളൊക്കെ തന്നുള്ളത്. ഓക്കെ, അടുത്ത പോയിന്റ്. ദഹനരസങ്ങളിലെ എൻസൈമുകൾ ഉപയോഗിച്ച് പോഷക ഘടകങ്ങളെ ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് രാസിക ദഹനം. എഴുതിയെല്ലാവരും. ദഹനരസങ്ങളിലെ എൻസൈമുകൾ ഉപയോഗിച്ച് പോഷക ഘടകങ്ങളെ ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് രാസിക ദഹനം.
ദഹനരസങ്ങളിലെ എൻസൈമുകൾ ഉപയോഗിച്ച് പോഷക ഘടകങ്ങളെ ആഗിരണ യോഗ്യമായ ലഘുഘടകങ്ങളാക്കി മാറ്റും. അതായത് നമ്മുടെ ദഹനരസങ്ങളിൽ കുറെ എൻസൈംസ് ഉണ്ട്. അപ്പൊ നമ്മൾ കഴിക്കണ ഓരോന്നിനും കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈംസ് ഉണ്ട്. ഓക്കെ, വായ്ക്കുള്ളിലുള്ള അറയെ പറയുന്ന പേരാണ് എന്ത്? ബക്കൽ കാവിറ്റി അഥവാ വദന ഗഹ്വരം. വായ്ക്കുള്ളിലെ അറ, നമ്മുടെ വായയുടെ ഉള്ള അറ പോലെ ഉള്ളതില്, അതിന് പറയുന്ന പേരാണ് എന്ത്? ബക്കൽ കാവിറ്റി അഥവാ വദന ഗഹ്വരം. വദന ഗഹ്വരം അഥവാ ബക്കൽ കാവിറ്റി. ഓക്കെ, ഇത് നമുക്ക് വായ പറയുമ്പോ തന്നെ നമുക്ക് അതിനൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് എന്ത്? പല്ല്. പല്ലിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? പല്ലിനെ കുറിച്ചുള്ള പഠനത്തിന് എന്താ പറയാ? പല്ല് ഡോക്ടറെ കാണാൻ പോവാണെങ്കിൽ നമ്മൾ എന്താ പറയാ? ഡെന്റിസ്റ്റിനെ കാണാൻ പോവാന്നല്ലേ പറയാ. അപ്പൊ പല്ലിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? ഡെന്റോളജി. എഴുതിക്കോ, പല്ലിനെ കുറിച്ചുള്ള പഠനം ഡെന്റോളജി. പല്ലിനെ കുറിച്ചുള്ള പഠനം ഡെന്റോളജി. നമ്മുടെ പല്ലുകളൊക്കെ, നമ്മൾ പല്ല് പറിച്ച കണ്ടിട്ടില്ലേ? ഒരു കുഴിയിലല്ലേ ഈ പല്ലുകളൊക്കെ നിൽക്കണത്. ആ കുഴിയെ പറയണ പേരാണ് എന്ത്? കോടരദന്തങ്ങൾ. സെന്റൻസ് ആക്കി എഴുതിക്കോ, പല്ലുകൾ ഉറപ്പിച്ചിരിക്കുന്ന പല്ലുകൾ ഉറപ്പിച്ചിരിക്കുന്നത് കുഴികളിലാണ്. പല്ലുകൾ ഉറപ്പിച്ചിരിക്കുന്നത് കുഴികളിലാണ്. ഇപ്രകാരമുള്ള പല്ലുകളുടെ ക്രമീകരണത്തെ ഇപ്രകാരമുള്ള പല്ലുകളുടെ ക്രമീകരണത്തെ ഇപ്രകാരമുള്ള പല്ലുകളുടെ ക്രമീകരണത്തെ കോടരദന്തങ്ങൾ എന്ന് പറയുന്നു. കോടരദന്തങ്ങൾ എന്ന് പറയുന്നു. എന്ന് പറയാം, പല്ലുകൾ ഉറപ്പിച്ചിരിക്കുന്നത് കുഴികളിലാണ്. ഇപ്രകാരമുള്ള പല്ലുകളുടെ ക്രമീകരണത്തെ കോടരദന്തങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, എല്ലാവരും കിട്ടിയാ? ക്ലിയർ ആയ കോടരദന്തങ്ങള്? ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകളെ പറയുന്ന പേരാണ് എന്ത്? പാൽപ്പല്ലുകൾ. ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകളാണ് എന്ത്? പാൽപ്പല്ലുകൾ. അതായത് ചെറിയ കുട്ടികളിലൊക്കെ ആദ്യം ഉണ്ടാവുന്നതാണ് പാൽപ്പല്ലുകൾ. എത്ര പാൽപ്പല്ലുകൾ ഉണ്ടാവും? 20 പാൽപ്പല്ലുകൾ ഉണ്ടാവും. എത്ര പാൽപ്പല്ലുകൾ ഉണ്ടാവും? 20 പാൽപ്പല്ലുകൾ ഉണ്ടാവും ഒരു കുട്ടിയിൽ. ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകളാണ് എന്ത്? പാൽപ്പല്ലുകള്. എത്ര പാൽപ്പല്ലുകൾ ഉണ്ട്? 20 പാൽപ്പല്ലുകൾ ഉണ്ട്. ഈ പാൽപ്പല്ലുകൾ തന്നെയാണോ അവസാനം വരെ ഉണ്ടാവുക? നമുക്ക് അറിയണതല്ലേ, കുറച്ച് കഴിഞ്ഞാൽ ഈ പല്ല് കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് ഇവയെ ഡെസിഡുവസ് പല്ലുകൾ എന്ന് പറയുന്നു. പാൽപ്പല്ല് കൊഴിഞ്ഞു പോകുന്നവ ആയതിനാൽ അവയെ ഡെസിഡുവസ് പല്ലുകൾ എന്ന് പറയുന്നു. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നവ ആയതിനാൽ ഇവയെ ഡെസിഡുവസ്. ഡെസിഡുവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിച്ചു പോവുക. അതായത് കുറച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞു പോകും. ചെറു കുട്ടികളെ കണ്ടിട്ടില്ലേ, ഒരു കുറച്ച് വയസ്സായി കഴിഞ്ഞാൽ അവരെ പല്ലൊക്കെ പോയി 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 നിൽക്കണത്, പുതിയ പല്ല് വരാൻ വേണ്ടിയിട്ട്. ആ പോണ പല്ലുകളെ പറയണ പേരാണ് എന്ത്? ഒന്നുകിൽ പാൽപ്പല്ലുകൾ അല്ലെങ്കിൽ ഡെസിഡുവസ് പല്ലുകൾ. ഓക്കെ, നമ്മുടെ പല്ലുകള്, ഒരാളുടെ പല്ലുകള് ഒരാൾക്ക് 2 വട്ടം ഉണ്ടാവും.
അതുകൊണ്ട് ഈ പല്ലുകൾ നമ്മുടെ ദന്ത വിന്യാസത്തെ പറയുന്ന പേരാണ് എന്ത്? ദ്വിജദന്തങ്ങൾ. ദ്വിജദന്തങ്ങൾ. ജീവിത കാലയളവിൽ 2 പ്രാവശ്യം പല്ലുകൾ രൂപപ്പെടുന്നതിനാൽ ഈ ദന്തവിന്യാസത്തെ ദ്വിജദന്തങ്ങൾ എന്ന് പറയുന്നു. ജീവിത കാലയളവിൽ 2 പ്രാവശ്യം പല്ലുകൾ രൂപപ്പെടുന്നതിനാൽ ജീവിത കാലയളവിൽ 2 പ്രാവശ്യം പല്ലുകൾ രൂപപ്പെടുന്നതിനാൽ ഈ ദന്തവിന്യാസത്തെ ദ്വിജദന്തങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് സ്ഥിരമായിട്ടുള്ള പല്ലുകൾ എത്ര? സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? നമ്മൾ പറയണില്ലേ 32 പല്ലും കടിച്ചിരിക്കുക നമുക്ക് പറയില്ലേ, അതാണ് സ്ഥിരദന്തങ്ങൾ. എത്ര? 32 ദന്തങ്ങളാണ്. നമ്മുടെ പാൽപ്പല്ലുകൾ എത്ര ആയിരുന്നു? 20. സ്ഥിരദന്തങ്ങള് 32. അതിൽ ഏതൊക്കെയുണ്ട്? ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഓക്കെ, ഇതൊന്ന് ചോദിച്ചിട്ടുണ്ട് 1 മാർക്കിനൊക്കെ. സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. ഏതൊക്കെ പല്ലുള്ള? ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. അതിൽ ഉളിപ്പല്ല്. ഉളിപ്പല്ല് എന്തിനാ ഉപയോഗിക്കുക? ഉളിപ്പല്ല്, ഉളി എന്തിനാ ഉപയോഗിക്കുക നമ്മള്? ഉളി വിറകൊക്കെ മുറിക്കാനല്ലേ ഉളി മെയിനായിട്ട് ഉപയോഗിക്കുക. അതേപോലെ തന്നെ ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല്. ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല്. ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലാണ് എന്ത്? ഉളിപ്പല്ല്. അടുത്ത പല്ലാണ് എന്ത്? കോമ്പല്ല്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് കോമ്പല്ല്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് കോമ്പല്ല്. ആ ഉളിപ്പല്ലിന്റെ അടുത്ത് തന്നെ ഒരു ബ്രാക്കറ്റിൽ ഇട്ടോ. ഉളിപ്പല്ല് എത്ര ഉണ്ടാവും ഒരു മനുഷ്യനില്? 8. ഉളിപ്പല്ല് 8 ഉണ്ടാവും ഒരു മനുഷ്യനില്. കോമ്പല്ല് എത്ര ഉണ്ടാവും? കോമ്പല്ല് കണ്ടിട്ടില്ല നമ്മള് സിംഹത്തിന്റെയും കടുവയുടെ ഒക്കെ 2 സൈഡിലായിട്ട് 4 കോമ്പല്ല് 4 പല്ലുകൾ ഉണ്ടാവും. സസ്യഭോജികളില് ഈ കോമ്പല്ല് ഉണ്ടാവില്ല. അതായത് നമ്മള് പശു, ആട് അതിലൊന്നും കോമ്പല്ല് ഉണ്ടാവില്ല. സസ്യഭോജികളിൽ കോമ്പല്ല് കാണപ്പെടുന്നില്ല. ആഹാര വസ്തുക്കൾ ചവച്ചരയാൻ ഉപയോഗിക്കുന്ന പല്ലാണ് ഏത്? അഗ്രചർവണകം, ചർവണകം. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന ദന്തങ്ങളാണ്, പല്ലുകളാണ് എന്ത്? അഗ്രചർവണകവും ചർവണകവും. അഗ്രചർവണകം എത്ര ഉണ്ടാവും? 8. ചർവണകം 12. ബ്രാക്കറ്റിൽ ഇട്ടാൽ മതി അതിന്റെ അപ്പുറം തന്നെ. അഗ്രചർവണകം എത്ര പല്ലുണ്ട്? 8. ചർവണകം 12. കിട്ടിയ പല്ലുകള് ഏതൊക്കെയാ? ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഉളിപ്പല്ല് എന്താ ചെയ്യണേ? ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. ഉളിപ്പല്ല് എത്ര ഉണ്ട്? ഉളിപ്പല്ല് 8 ഉണ്ട്. അടുത്താണ് ഇത് കോമ്പല്ല്. കോമ്പല്ലിന്റെ പ്രത്യേകത എന്താ? ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. എത്ര കോമ്പല്ല് ഉണ്ടാവും? 4. പക്ഷെ അത് സസ്യഭോജികളിൽ കാണപ്പെടുന്നില്ല. മാംസഭോജികളിൽ മാത്രമേ കാണപ്പെട്ടുള്ളൂ. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ ഉപയോഗിക്കുന്ന പല്ലാണ് ഇത്? അഗ്രചർവണകവും ചർവണകവും. അഗ്രചർവണകം എത്ര ഉണ്ട്? 8. ചർവണകം എത്ര ഉണ്ട്? 12. ഓക്കെ, ഇതുവരെ
കറക്റ്റ് ആയിട്ട് എഴുതിയെടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ ഓക്കെ ആണെങ്കിൽ കമന്റ് ചെയ്തോ എല്ലാവരും. ദഹനത്തിന്റെ ആ ഡെഫിനിഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? ദഹനം എന്ന് പറയുന്നത് എന്താ? സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്ത്? ദഹനം. ദഹനം രണ്ട് പ്രോസസ്സാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. ഒന്ന് ആഗിരണം, പിന്നെന്താ സ്വാംശീകരണം. സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്ത്? ദഹനം. ക്ലിയർ ആയാ? പല്ലിക്ക് തന്നെ പോട്ടെ. ഓക്കെ. മനുഷ്യന്റെ ദന്തവിന്യാസം, അതായത് ദന്ത ഫോർമുല ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. 2123 ഡിവൈഡഡ് ബൈ 2123. 2123 ഡിവൈഡഡ് ബൈ 2123. ആദ്യത്തെ പല്ല് ഏതിനെ ഡിനോട്ട് ചെയ്യണത്? 2. ഉളിപ്പല്ലിനെയാണ് ഡിനോട്ട് ചെയ്യണത്. അതെങ്ങനെയാണെന്നറിയോ? നമ്മുടെ സെൻട്രലിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ളത്, അതായത് മേലത്തെ ഭാഗത്ത് എത്ര എണ്ണം ഉണ്ട്? 4 അല്ലേ? നമ്മൾ നേരത്തെ മേലെ ഉളിപ്പല്ല് ആകെ എത്ര എണ്ണം? 8 എണ്ണം. 2ഉം 2ഉം 4 ആയില്ലേ? ഒന്ന് മേൽഭാഗത്തെ പല്ല്, മേൽഭാഗത്ത് നിന്ന് പകുതിന്ന് ലെഫ്റ്റിലേക്കുള്ള പല്ലാണ് എന്ത്? 2 ഉളിപ്പല്ലുണ്ട്. താഴ്ച ഇതേപോലെ 2 ഉളിപ്പല്ലുണ്ട്. അതാണ് ആ 2 ഉദ്ദേശിക്കുന്നത്. പിന്നെ 1 എന്ന് പറയുന്നത് എത്രയാ? ഒരു മനുഷ്യന് എത്ര കോമ്പല്ലുണ്ട്? 4 കോമ്പല്ലാണുള്ളത്. ഒരെണ്ണം മേലെ, ഒരെണ്ണം താഴെ റൈറ്റ് സൈഡില്, ഒരെണ്ണം മേലെ, ഒരെണ്ണം താഴെ ലെഫ്റ്റ് സൈഡില്. അങ്ങനെയാണെങ്കിൽ 4 എണ്ണം ആവണത്. അതാണ് ഇക്വേഷനിൽ കൊടുത്തുള്ളത് 1 1. അടുത്താണ് 2. 2 എന്നത് ഇതുപോലെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അഗ്രചർവണകം. അഗ്രചർവണകം ആകെ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം അല്ലേ? ലെഫ്റ്റില് താഴെ 2 എണ്ണം, മേലെ 2 എണ്ണം. റൈറ്റില് താഴെ 2 എണ്ണം, മേലെ 2 എണ്ണം. അങ്ങനെയാണ് എന്ത്? അഗ്രചർവണകം. അഗ്രചർവണകം ആകെ എത്ര എണ്ണം? 8 എണ്ണം. അവസാനത്തെയാണ് എന്ത്? ചർവണകം. ചർവണകം താഴെ 3 എണ്ണം, മേലെ 3 എണ്ണം റൈറ്റ് സൈഡില്, താഴെ 3 എണ്ണം, മേലെ 3 എണ്ണം ലെഫ്റ്റ് സൈഡില്. 3 3 6, 6 3 9, 9 3 12. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചർവണകം 12 പല്ലാന്ന്. അതാണ് ഈ ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2123 ഡിവൈഡഡ് ബൈ 2123. കോൺസ്റ്റബിളിന്റെ എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണെന്നൊക്കെ. കടിച്ചു മുറിക്കാൻ ഉളിപ്പല്ല്, കടിച്ചു കീറാൻ കോമ്പല്ല്. അതായത് നമ്മള് മൃഗങ്ങളെ ആലോചിക്കുക, കാർണിവോറസിനെ ആലോചിക്കുക. ക്ലിയർ ആയാ? ഈ 2123 എന്ന് പറയണത് ഓക്കെ. പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? വിവേകദന്തങ്ങൾ.
പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്ന പേരാണെന്ത്? വിവേകദന്തങ്ങൾ. പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്ന പേരാണെന്ത്? വിവേകദന്തങ്ങൾ. വിസ്ഡം ടീത്ത് എന്ന് പറയും. പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങളാണ് എന്ത്? വിവേകദന്തങ്ങൾ അഥവാ വിസ്ഡം ടീത്ത്. അടുത്ത പോയിന്റ്, പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൻ. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൻ. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൻ. പല്ലുകളൊക്കെ ഉണ്ടാക്കിയുള്ളത് ഈ ഡെൻഡൈൻ കൊണ്ടാണ്. ഇനാമൽ ഡെൻഡൈനെ പൊതിഞ്ഞു കാണപ്പെടുന്നു. ഇനാമൽ ഡെൻഡൈനെ പൊതിഞ്ഞു കാണപ്പെടുന്നു. ഇനാമൽ ഡെൻഡൈനെ പൊതിഞ്ഞു കാണപ്പെടുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് ഇത്? ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് ഇനാമൽ. പല്ലിൽ കാണുന്ന നിർജീവമായ ഭാഗമാണ് ഇനാമൽ. പല്ലിൽ കാണുന്ന നിർജീവമായ ഭാഗമാണ് ഇനാമൽ. അതായത് അതിന് ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. പല്ലിൽ കാണുന്ന നിർജീവമായ ഭാഗമാണ് ഇനാമൽ. ഇനാമലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകമാണ് എന്ത്? ഫ്ലൂറിൻ. ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകമാണ് ഫ്ലൂറിൻ. ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകമാണ് ഫ്ലൂറിൻ. ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകമാണ് ഫ്ലൂറിൻ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം ഏതായിരിക്കും? ഒന്ന് കാൽസ്യം, പിന്നെ ഏതായിരിക്കും? ഒന്ന് ഗസ് ചെയ്തേ. എക്സാമ്പിൾ ആണെങ്കിലോ? വേണ്ട, ഓപ്ഷൻസ് ആണ് ഞാൻ തരാം. കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം സൾഫേറ്റ്, കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം സൾഫേറ്റ്, കാൽസ്യം ഫോസ്ഫേറ്റ്. ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. ഒന്ന് ടൈപ്പ് ചെയ്ത എല്ലാവരും. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം. കാൽസ്യം ഫോസ്ഫേറ്റ് തന്നെയാണ് നമ്മുടെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത്. കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ്. പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡ്. പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്. പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡാണ് എന്ത്? ലാക്റ്റിക് ആസിഡ്. ഓക്കെ. ആധുനിക ഇന്ത്യൻ ദന്ത ചികിത്സയുടെ പിതാവ്. ആധുനിക ഇന്ത്യൻ ദന്ത ചികിത്സയുടെ പിതാവ് റാഫിയുദ്ദീൻ അഹമ്മദ്. റാഫിയുദ്ദീൻ അഹമ്മദ്. ആധുനിക ഇന്ത്യൻ ദന്ത ചികിത്സയുടെ പിതാവാണ് ആര്? റാഫിയുദ്ദീൻ അഹമ്മദ്. എഴുതിയില്ലേ? ഇനി നമുക്ക് വീണ്ടും ദഹന വ്യവസ്ഥയിലെ ഓരോ ഭാഗങ്ങളിലേക്ക് പോവാം.
ഇതുവരെയുള്ള ക്ലിയർ ആണോ? അവസാനം ഞാൻ ചോദിക്കൂട്ടാ. കമന്റ് അനുസരിച്ചിട്ടാണ് എനിക്ക് മനസ്സിലാവുള്ളൂ എന്താ നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ കറക്റ്റായി എഴുതുന്നുണ്ടോ, ക്ലിയർ ആവുന്നുണ്ടോ, അതൊക്കെ പറഞ്ഞു. ഓക്കെ, ക്ലിയർ. ഓക്കെ, നമ്മുടെ വായയുടെ മേൽത്തട്ടില്ലേ, നമ്മുടെ വായയുടെ മേൽത്തട്ട്, അതിന് പറയണ പേരാണ് എന്ത്? പാലറ്റ്. വായയുടെ മേൽത്തട്ട് പാലറ്റ് എന്നറിയപ്പെടുന്നു. വായയുടെ മേൽത്തട്ട് പാലറ്റ് എന്നറിയപ്പെടുന്നു. നാവിനെ വായയുടെ അടിത്തട്ടുമായി ബന്ധിപ്പിക്കുന്നത് ഫ്രെനുലം എന്ന സ്നായുക്കളാണ്. നാവിനെ വായയുടെ അടിത്തട്ടുമായി ബന്ധിപ്പിക്കുന്നത് ഫ്രെനുലം എന്ന സ്നായുക്കളാണ്. നമ്മുടെ നാവിന്റെ ഫങ്ഷൻ എന്താ? നമ്മുടെ നാവിന്റെ ഫങ്ഷൻ, അതായത് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരുമായി കൂട്ടിക്കലർത്താൻ സഹായിക്കുന്നത് നാവാണ്. അതേപോലെ തന്നെ എന്താ, പല്ലുകൾക്ക് ചവച്ചരയ്ക്കാൻ വേണ്ട സഹായം പല്ലുകളുടെ ഭാഗത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നത് എന്താ? അതായത് നീക്കി കൊടുക്കുന്നത് ആരാണ്? നാവാണ്. അപ്പൊ നാവിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളെ ഉമിനീരുമായി കൂട്ടിക്കലർത്തുന്നു, പല്ലുകൾക്ക് ചവച്ചരയ്ക്കാൻ വേണ്ട സഹായം നൽകുന്നു. നമ്മുടെ വായില് എന്തുണ്ടാവുക? മെയിനായിട്ട് നമുക്കറിയാം എന്താ? ഉമിനീരാണ് ഉണ്ടാവുക. വായില് ഉമിനീരുണ്ടായിരിക്കും. ഈ ഉമിനീരുണ്ടാക്കുന്ന ഗ്രന്ഥികളുണ്ട്, ഉമിനീർ ഗ്രന്ഥികൾ. നമ്മുടെ വായയില് 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത്. നമ്മുടെ വായയില് 3 ജോഡി ഉമിനീർ ഗ്രന്ഥികൾ ഉണ്ട്. പാരോട്ടിഡ്, സബ്മാക്സിലറി, സബ്ലിംഗ്വൽ. ആ 3 ജോഡി ഉമിനീർ ഗ്രന്ഥികൾ കേട്ടോ. പാരോട്ടിഡ്, സബ്മാക്സിലറി, സബ്ലിംഗ്വൽ. പാരോട്ടിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥിയാണ് എന്ത്? പാരോട്ടിഡ്. വായിൽ കാണപ്പെടുന്ന 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് ഏതൊക്കെ? പരോട്ടിഡ് ഗ്രന്ഥി, സബ്മാക്സിലറി ഗ്രന്ഥി, സബ്ലിംഗ്വൽ ഗ്രന്ഥി. പരോട്ടിഡ് ഗ്രന്ഥി, സബ്മാക്സിലറി, സബ്ലിംഗ്വൽ. ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ഏത്? ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥിയാണ് ഏത്? പരോട്ടിഡ്. ഈ പരോട്ടിഡ് എവിടെയാണ് കാണപ്പെടുക? കവിളിലാണ് കാണപ്പെടുക. ഏത്? പരോട്ടിഡ് ഗ്രന്ഥി. ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥിയാണ് പരോട്ടിഡ് ഗ്രന്ഥി. പരോട്ടിഡ് ഗ്രന്ഥി കാണപ്പെടുന്നത് കവിളില്. പരോട്ടിഡ് ഗ്രന്ഥി ആണ് ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി. അത് കാണപ്പെടുന്ന എവിടെയാ? കവിളിലാണ്. സബ്മാക്സിലറി ഗ്രന്ഥി കീഴ്ത്താടിയിലാണ് കാണപ്പെടുക. സബ്മാക്സിലറി ഗ്രന്ഥി കീഴ്ത്താടിയില്. സബ്മാക്സിലറി ഗ്രന്ഥി കാണപ്പെടുന്നത് കീഴ്ത്താടിയിലാണ്. സബ്ലിംഗ്വൽ ഗ്രന്ഥി നാവിന് താഴെയും കാണപ്പെടുന്നു. സബ്ലിംഗ്വൽ ഗ്രന്ഥി നാവിന് താഴെയും കാണപ്പെടുന്നു. പരോട്ടിഡ് ഗ്രന്ഥി കവിളിലും, സബ്മാക്സിലറി ഗ്രന്ഥി കീഴ്ത്താടിയിലും, സബ്ലിംഗ്വൽ ഗ്രന്ഥി നാവിന് താഴെയും കാണപ്പെടുന്നു. എഴുതിയ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി ഏതായിരുന്നു? പരോട്ടിഡ് ഗ്രന്ഥി. ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥി ഏതായിരുന്നു? സബ്ലിംഗ്വൽ. സബ്ലിംഗ്വൽ ഗ്രന്ഥി കാണപ്പെടുന്ന എവിടെയാണ്?
പരോട്ടിഡ് ഗ്രന്ഥി കവിളിൽ കാണാം, സബ് മാക്സിലറി കീഴ്ത്താടിയിൽ കാണാം, സബ് ലിംഗുവൽ എവിടെ കാണാം, നാവിന് താഴെയും കാണപ്പെടാം. ഓക്കെ. ഉമിനീരിലെ 2 രാസാഗ്നികളാണ് മെയിൻ ആയിട്ടുള്ളത്. ഉമിനീരിൽ 2 രാസാഗ്നികളുണ്ട്. ഉമിനീരിൽ 2 രാസാഗ്നികളുണ്ട്. ഏതൊക്കെയാ ഉമിനീരിലുള്ള രാസാഗ്നികള്? ഒന്ന് സലൈവറി അമിലേസും പിന്നെ ഒന്ന് ലൈസോസൈമും. സലൈവറി അമിലേസും ലൈസോസൈമും. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികളാണ് സലൈവറി അമിലേസും ലൈസോസൈമും. ഈ സലൈവറി അമിലേസിന്റെ ഫംഗ്ഷൻ എന്താ? സലൈവറി അമിലേസിന്റെ മറ്റൊരു പേരാണ് ടൈലിൻ. ടൈലിൻ എന്ന് ചോദിച്ചാലും സലൈവറി അമിലേസ് എന്ന് ചോദിച്ചാലും രണ്ടും ഒന്ന് തന്നെയാണ്. സലൈവറി അമിലേസ് ടൈലിനും രണ്ടും ഒന്നാണ്. ടൈലിന്റെ ഫംഗ്ഷൻ എന്താ? അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് ആക്കി മാറ്റുന്നു. അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ടയലിൻ അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ടയലിൻ അതായത് സലൈവറി അമിലേസ് അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ടയലിൻ അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ലൈസോസൈം എന്താ ചെയ്യണേ? നമ്മൾ കേട്ടുന്നത് എന്താ? നമ്മുടെ ഭക്ഷണത്തിലൂടെ പ്രവർത്തിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധി വരെ നശിപ്പിക്കാനാണ് ലൈസോസൈം. എഴുതിക്കോ. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന രാസാഗ്നിയാണ് എന്ത്? ലൈസോസൈം. എഴുതിയ മുണ്ടിനീര് പരോട്ടിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമാണ്. മുണ്ടിനീര് പരോട്ടിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന വൈറസ് രോഗമാണ്. മുണ്ടിനീര് ബാധിക്കുക ഈ പരോട്ടിഡ് ഗ്രന്ഥിനെയാണ്. മുണ്ടിനീർ ബാധിക്കുന്നത് പരോട്ടിഡ് ഗ്രന്ഥി. മുണ്ടിനീര് ബാധിക്കുന്നത് പരോട്ടിഡ് ഗ്രന്ഥിയെയാണ്. മുണ്ടിനീര് ഒരു വൈറസ് രോഗമാണ്. മുണ്ടിനീര് ഒരു വൈറസ് രോഗമാണ്. അടുത്താണ് ആഹാരം. ആഹാരം നേരത്തെ നമ്മൾ പറഞ്ഞത് വായയിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ അന്നനാളത്തേക്ക് എത്തി. അന്നനാളല്ല, അതിനു മുമ്പ് നമുക്ക് ഗ്രസനിയിലെത്തും. ഗ്രസനിയിൽ നിന്നാണ് അന്നനാളം ആരംഭിക്കുന്നത്. അപ്പൊ ഇത് സബ് ഹെഡിങ് പോലെ കൊടുത്തോ. ഗ്രസനി വായയുടെ തുടർച്ചയായി കാണുന്ന പേശി നിർമ്മിതമായ ഭാഗമാണ് ഗ്രസനി. വായയുടെ തുടർച്ചയായി കാണുന്ന
പേശി നിർമ്മിതമായ ഭാഗമാണ് ഗ്രസിനി. വായയുടെ തുടർച്ചയായി കാണുന്ന പേശി നിർമ്മിതമായ ഭാഗമാണ് ഗ്രസിനി. ഫാരിങ്സ് എന്നൊക്കെ പറയും നമ്മള്. ഈ ഗ്രസനി കൂടെ ആഹാരവും വായുവും കടന്നു പോകുന്ന പൊതുകുഴലാണ് എന്ത്? ഗ്രസനി. ആഹാരവും വായുവും കടന്നു പോകുന്ന പൊതുകുഴലാണ് ഗ്രസനി. വായയുടെ തുടർച്ചയായി കാണുന്ന പേശി നിർമ്മിതമായ ഭാഗമാണ് ഗ്രസനി. ആഹാരവും വായുവും കടന്നു പോകുന്ന പൊതുവായ ഭാഗമാണ് ഗ്രസനി. ആഹാരവും വായു, നമ്മൾ മൂക്കിൽ കൂടെ ശ്വസിക്കുന്ന വായു, വായു കൂടെ പോണ ആഹാരം കടന്നു പോകുന്നുണ്ട് ഈ ഗ്രസനിയിലൂടെ. അത് ചോദിക്കും, ആഹാരവും വായുവും കടന്നു പോകുന്ന പൊതുവായ ഭാഗത്തെ പറയുന്ന പേര് ഗ്രസനി. അന്നനാളം ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്നാണ്. അന്നനാളം ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്നാണ്. അന്നനാളം ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്നാണ്. പിന്നെ ആരംഭിക്കുന്ന ഭാഗമാണ് എന്ത്? അന്നനാളം. സബ് ഹെഡിങ് കൊടുത്തു, അടുത്ത സബ് ഹെഡിങ് കൊടുത്തു അന്നനാളം. അന്നനാളം. ഗ്രസനിയിൽ നിന്ന് ആഹാരം പ്രവേശിക്കുന്നത് അന്നനാളത്തിലേക്കാണ്. ഗ്രസനിയിൽ നിന്ന് ആഹാരം പ്രവേശിക്കുന്നത് അന്നനാളത്തിലേക്കാണ്. അന്നനാളത്തിന്റെ ഏകദേശ നീളം 25 സെന്റിമീറ്റർ. അന്നനാളത്തിന്റെ ഏകദേശ നീളം 25 സെന്റിമീറ്റർ. അന്നനാളത്തിന്റെ ഏകദേശ നീളം 25 സെന്റിമീറ്റർ ആണ്. അന്നനാളത്തിന്റെ ഏകദേശ നീളം 25 സെന്റിമീറ്റർ ആണ്. അന്നനാളവും ശ്വാസനാളവും ഗ്രസനിയിലേക്ക് തുറക്കുന്നു. ശ്വാസനാളത്തിലേക്കുള്ള വിടവാണ് ക്ലോമം. അതായത് നമ്മൾ പറയില്ലേ, ശിരസ് കയറാന്നൊക്കെ പറയണില്ലേ. അന്നനാളവും ശ്വാസനാളവും ഗ്രസനിയിലേക്ക് തുറക്കുന്നു. ശ്വാസനാളത്തിലേക്കുള്ള വിടവാണ് ക്ലോമം. എഴുതിക്കോ, അന്നനാളവും ശ്വാസനാളവും ഗ്രസനിയിലേക്ക് തുറക്കപ്പെടുന്നു. അന്നനാളവും ശ്വാസനാളവും ഗ്രസനിയിലേക്ക് തുറക്കുന്നു. ശ്വാസനാളത്തിലേക്ക് വിടുന്ന പറയുന്ന പേരാണ് എന്ത്? ക്ലോമം. ക്ലോമത്തിന് എന്തുണ്ട്? ക്ലോമപിതാനം ഉണ്ട്. അതായത് നമ്മുടെ ഈ ആഹാരം വിഴുങ്ങുമ്പോൾ, അതായത് ക്ലോമത്തിലേക്ക് കടക്കാൻ പാടില്ല. കടന്നു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ശ്വാസകോശത്തേക്ക് ഭക്ഷണം പോയി കഴിഞ്ഞാൽ എന്താ? ഭയങ്കര പ്രശ്നമാവും. അതുകൊണ്ട് അത് തടയാനുള്ളതാണ് എന്ത്? ക്ലോമപിതാനം. തരുണാസ്ഥി നിർമ്മിതമായ ഒരു അടപ്പ് തരുണാസ്ഥി നിർമ്മിതമായ ഒരു അടപ്പ് ആഹാര പദാർത്ഥങ്ങൾ വിഴുങ്ങുമ്പോൾ ക്ലോമത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്നതാണ് എന്ത്? ക്ലോമപിതാനം. തരുണാസ്ഥി ഈ ക്ലോമപിതാനം എന്താന്ന് പറയണത്? തരുണാസ്ഥി നിർമ്മിതമായ ഒരു അടപ്പ് ആഹാര പദാർത്ഥങ്ങൾ വിഴുങ്ങുമ്പോൾ ക്ലോമത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്നു. ഇതാണ് ക്ലോമപിതാനത്തിന്റെ ധർമ്മം. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇതിന്റെ കണ്ടിന്യൂഷൻ, ഇത് കുറച്ചുകൂടി പറയാനുണ്ട്. ഇതിന്റെ കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്നെടുത്ത് ഞാൻ ചോദിക്കട്ടെ, കമന്റ് ചെയ്താൽ മതി. നിങ്ങള് ഒരു 2 മിനിറ്റ് തരാം. നമ്മളൊന്ന് സ്ലോവർ എടുത്തിട്ടുള്ളൂ. എല്ലാം ഒരു വട്ടം വായിച്ചു നോക്കിയേ.
ചോദിക്കട്ടെ? എന്തെങ്കിലും ഇനി പറയണോ? ഗ്രസനി ഒന്നുകൂടി പറയോ? ഓക്കെ, ഗ്രസനി എന്ന് പറയണത് ആഹാരവും വായുവും കടന്നു പോകുന്ന പൊതുവായ ഭാഗമാണ് ഗ്രസനി. ആഹാരവും വായുവും കടന്നു പോകുന്ന പൊതുവായ ഭാഗമാണ് ഗ്രസനി. അന്നനാളം ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്നാണ്. അന്നനാളം ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്നാണ്. ചോദിക്കട്ടെ? ആഹാരം കടിച്ചു കീറാൻ ഉപയോഗിക്കുന്ന പല്ല്. ആഹാരം കടിച്ചു കീറാൻ ഉപയോഗിക്കുന്ന പല്ല്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ആഹാരം കടിച്ചു കീറാൻ ഉപയോഗിക്കുന്ന പല്ലാണ് ഇത്. കോമ്പല്ല്. ഞാൻ ചോദിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ മതി അതിന് മുതലേ. സൗപർണിക ആനന്ദ്. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലകൾ. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലകൾ പേരെന്താണ്? പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയുടെ പേരെന്താണ്? ഡെൻഡൈൻ. ഇനാമലിന്റെ അടുത്തത് സജ്ജന. ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം. ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം. അടുത്ത ചോദിക്കട്ടെ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് ഇത്? ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് ഇനാമൽ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം നമ്മൾ നേരത്തെ പറഞ്ഞതാ? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡാണ് എന്ത്? ലാക്ടിക് ആസിഡ്. ആധുനിക ഇന്ത്യൻ ദന്ത ചികിത്സയുടെ പിതാവാണ് ആര്? റാഫിയുദ്ദീൻ അഹമ്മദ്. റാഫിയുദ്ദീൻ അഹമ്മദ്. ഒരു മനുഷ്യനിൽ എത്ര പല്ലുകളുണ്ട്? 32. ഓക്കെ, അത് കറക്റ്റ് ആണ് കേട്ടോ. എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളാണുള്ളത്? എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ളത്? ഓക്കെ, ഏതൊക്കെയാ? ആദ്യത്തെ പേരെന്താ? പെരോട്ടിഡ്, സബ്മാക്സിലറി ആൻഡ് സബ്ലിംഗ്വൽ. ഈ പരോട്ടിഡ് ഗ്രന്ഥി എവിടെ ഉണ്ടാവുക? പരോട്ടിഡ് ഗ്രന്ഥി, അതെ, പരോട്ടിഡ് ഗ്രന്ഥി നമ്മുടെ കവിളിലാണ് ഉണ്ടാവുക. സബ്മാക്സിലറി ഗ്രന്ഥി എവിടെ ഉണ്ടാവുക? കീഴ്ത്താടിയിലാണ് ഉണ്ടാവുക. സബ്ലിംഗ്വൽ ഗ്രന്ഥി നാവിന് താഴെയും ഉണ്ടാകുന്നു. ഓക്കെ, പാൽപ്പല്ലുകളുടെ എണ്ണം എത്ര ഉണ്ടാവും ഒരു മനുഷ്യനില്? പാൽപ്പല്ലുകളുടെ എണ്ണം
20 കറക്റ്റ് ആണ്. ആ ഫോർമുല ഒന്ന് പറഞ്ഞു, ടൈപ്പ് ചെയ്യോ? ഇതെന്താ ഫോർമുല? ടു 1 2 3. ഓക്കെ, ശരിയാണ് കേട്ടോ. നമ്മുടെ ദഹനം പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കും അറിയോ? 4 തൊട്ട് 5 മണിക്കൂർ വരെ സമയം എടുക്കും. അതാണ് നമ്മൾ രാത്രിയൊക്കെ നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറയണത്. ദഹനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് എന്ത്? 4 to 5 മണിക്കൂർ. എഴുതിക്കോ, ദഹനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം 4 to 5 മണിക്കൂർ. നമ്മള് ചിലവർക്ക് കാണാൻ നെഞ്ചിരിപ്പ്. നെഞ്ചിരിപ്പ് അനുഭവപ്പെടുക എവിടെയാ? ആമാശയത്തിലാണ് നെഞ്ചിരിപ്പ് അനുഭവപ്പെടുക. ആമാശയത്തിലാണ് എന്ത് അനുഭവപ്പെടുക? നെഞ്ചിരിപ്പ് അനുഭവപ്പെടുക. നമ്മുടെ ഉമിനീരില് ഒരു ആസിഡ് ഉണ്ട്, അതാണ് ഇത് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് എന്ത്? HCl. ആമാശയത്തിലാണ് നെഞ്ചിരിപ്പ് അനുഭവപ്പെടുന്നത്. ശ്വാസനാളത്തിലേക്കുള്ള വിടവിനെ പറയുന്ന പേരെന്താ? ശ്വാസനാളത്തിലേക്കുള്ള വിടവിനെ പറയുന്ന പേര് ക്ലോമം. ഓക്കെ, ഇന്നത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എടുക്കുക. ഇത് കൺസെപ്റ്റ് ക്ലിയർ ആയാലാണ്, ഈ പല്ലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്താലാണ് അടുത്ത പ്രോസസ്സ് ഈസി ആയിട്ട് പോളോ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.